കനലിൽ ചുട്ടെടുക്കുന്ന നല്ല അടിപൊളി ചിക്കൻ ഒരു നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾ തംബ്ലൈനിലെ കണ്ട കണക്ക് തന്നെ ഒരു നല്ല ഷോപ്പിനെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് പ്രിയപ്പെട്ടവരായിട്ടുള്ള പ്രവാസി സുഹൃത്തുക്കളും സൗദി അറേബ്യയിൽ ഒരു ചെറിയ സംരംഭമെങ്കിലും തുടങ്ങണമെന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ നാളുകളായിട്ട് സ്വരുക്കൂട്ടിയൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്നവരാണല്ലോ കൂടുതൽ ആൾക്കാരും. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെയുള്ള പ്രവാസികൾക്ക് രക്ഷപ്പെടുവാൻ പറ്റുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് നമ്മളെ വീഡിയോസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ കുറവുകളോ കൂടുതലോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് താഴെ തന്നെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അത് ഏതെങ്കിലും ഇതിനൊക്കെ പുറപ്പെടുന്ന പ്രവാസികൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയാം, ഞാനൊരു ബിസിനസ് ചെയ്തു പരാജയപ്പെട്ടു പോയ ഒരു പ്രവാസിയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് തോന്നി ഇൻഷാല്ലാ ഇനി എന്തായാലും വളരെ വ്യക്തമായിട്ട് ഇതിനെയൊക്കെ പറ്റി കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതിന് ശേഷം നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ചിന്താഗതിയോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുകൾ ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നല്ലതുപോലെ കാര്യങ്ങളൊക്കെ പഠിച്ച് അതിനെപ്പറ്റിയൊക്കെ നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഒരു സംരംഭം തുടങ്ങണം. ഇനി എന്തായാലും എൻ്റെ പഴയ കുറവുകൾ മൂലം തകർന്നു പോകാത്തൊരു നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസുകളൊക്കെ ചെയ്ത് അതിനെപ്പറ്റി വിശദമായിട്ട് പോയി പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും അതൊരു ഗുണമാകണമല്ലോ. ഇനി പുതുതായിട്ടൊരാൾ വരുമ്പോഴത്തേക്കും അത് ചെയ്ത് പരാജയപ്പെട്ടു പോകരുത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തുടങ്ങാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോസ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നല്ല ബിസിനസ് സാധ്യതകളാണ് ഇപ്പോഴും കൂടുതലായിട്ടുള്ളത്. എന്തൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാലും അതിനെല്ലാം പുതിയ രീതികളിലൂടെ നമുക്കിവിടെ പല സംരംഭങ്ങളും തുടങ്ങാൻ ഇപ്പോഴും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഫ്യൂച്ചറിൽ നല്ല വളരാൻ സാധ്യതയുള്ള മേഖലകളുമാണ് മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ, ദുബായ്, ഖത്തർ, ഒമാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും സൗദി അറേബ്യ. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലതുപോലെ അറബിയൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ അറബി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാഡമി പരിചയപ്പെടുത്തരാം. 3 മാസം കൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ അറബി ഫ്ലുവൻ്റ് ആയിട്ട് ചെറിയ എമൗണ്ടിൽ, അതായത് നിങ്ങളിപ്പോൾ വേറെയുള്ള അക്കാഡമികളൊക്കെ തിരക്കി പോകുമ്പോഴത്തേക്കും നല്ല എമൗണ്ട് ആവും. 10,000, 7,000, 8,000 ഒക്കെ രൂപ കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്. പക്ഷേ ഇത് അത്രയൊന്നും കൊടുക്കേണ്ട, അതിൻ്റെ പകുതി കൊടുത്ത് നല്ല രീതിക്ക് 3 മാസം കൊണ്ടിട്ട് നല്ല സൗദി അറേബ്യയിലുള്ള തന്നെ നല്ല പ്രൊഫഷണൽ ട്രെയിനേഴ്സ് നിങ്ങൾ ക്ലാസ് നൽകി നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് കാര്യത്തെ പറ്റി നിങ്ങൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയിലെ ഫുൾ ഡീറ്റെയിൽ, ആ ജോലിയിൽ എന്ത് സാധനങ്ങളുടെ എന്തൊക്കെ പേരാണ് അല്ലെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അവർ പഠിപ്പിച്ചു തരും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവർമ, പിസ്സ, ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉള്ള ഒരു നീണ്ട സാഗരമായിട്ടുള്ള ഒരു ഷോപ്പിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോസിലോട്ട് കിടക്കാം. ഇപ്പോൾ സമയം കറക്റ്റ് 7:15 ആവാൻ പോകുന്നു. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അങ്ങനെ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെജിലയിലുള്ള HS മത്താം എന്ന് പറയുന്ന ഒരു പുതിയ ഒരു സംരംഭത്തെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു ഷവർമ ഷോപ്പ് അല്ലെങ്കിൽ ഒരു ബ്രോസ്റ്റ് ഷോപ്പ് ഇതൊക്കെ റെഡിയാക്കാൻ നിൽക്കുന്ന നിങ്ങൾക്ക് ഏകദേശം ധാരണ ഈ ഒരു ഒറ്റ വീഡിയോസിൽ നിന്ന് കിട്ടും ഇൻഷാല്ലാ. അപ്പോൾ ഞാനിവിടെ വന്നൊരു ഷവർമയ്ക്ക് ഓർഡർ കൊടുത്തു. ഇവിടുത്തെ ഷവർമ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ കണ്ടു പരിചയമില്ലാത്ത രീതിയിൽ ഒരു പുതിയ വെറൈറ്റി ഐറ്റംസുമാണ്. അതായത് കനലിൽ ചുട്ടെടുക്കുന്ന ഷവർമ. നമ്മൾ പൊതുവേ ഗ്യാസിനകത്ത് നിന്ന് റോളാവുന്ന ഷവർമയാണ് നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എന്തായാലും നോക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ ഇവിടെയുള്ള മുഴുവൻ സ്റ്റാഫുകളും അറബികളാണ്, അതായത് യമനികളാണ്. അപ്പോൾ എന്തായാലും ഇവരുടെ ഷോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം ഒരു ചെറിയ ഷോപ്പിനകത്ത് ഒരുപാട് മെനു ഉള്ള ഒരു ഷോപ്പാണ് ഇവരുടേത്. അത്യാവശ്യം ജ്യൂസ് ഐറ്റംസ് ഉണ്ട്, അതേപോലെ പിസ്സ ഉണ്ട്, പിന്നെ അതുപോലെ മഅ്ജനാത്തുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസുകൾ, അതേപോലെ മുസഖാൻ, അങ്ങനെ പറയേണ്ട ഒരുപാട് ഐറ്റംസുകൾ, മുത്തപ്പാക്ക്, അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഖലിയ, ഫത്തായർ, ഇതങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റംസുകൾ ചെയ്യുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ എത്ര രൂപ ചിലവാകും എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. നമുക്കിങ്ങനൊരു ഷോപ്പ് റെഡിയാക്കണം, അതിന് എനിക്ക് എത്ര രൂപ ചിലവാകും? പലരുടെയും ഡൗട്ടാണ് എത്ര രൂപയാണ് നമുക്ക് കൃത്യമായിട്ട് ചിലവാകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എത്ര രൂപ ചിലവാകും എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ആ കട എത്ര ഉള്ള കടയാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ ആ കടയിൽ
എന്തൊക്കെ പ്രോഡക്റ്റാണ്, അതായത് എന്തൊക്കെ സാധനമാണ് നിങ്ങൾ വിൽക്കാൻ നിൽക്കുന്നതെന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവണം. അപ്പോൾ ഈ കടയിൽ ഒരുപാട് സാധനങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെല്ലാം ഒരുപാട് മെഷീനറീസ് വേണം, അതുപോലെ തന്നെ അതിനൊക്കെ ടേബിൾ വേണം, അതിന് കുറേ സാധനങ്ങൾ അങ്ങനെ എക്സ്ട്രാ ആയിട്ട് വേണം. അപ്പോൾ അത്രയും സാധനങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ചിലവുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊരു ഷവർമ മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷവർമ മെഷീൻ, അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ഹീറ്റർ, അതിന് വേണ്ടുന്ന ഫ്രൈയർ, ഇതൊക്കെയാണ് നമുക്കെന്ത് വേണ്ടി വരുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതുപോലുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 രീതി തിരഞ്ഞെടുക്കുക. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സൗദിയെ കണ്ടെത്തിയതിന് ശേഷം സൗദിയെ കൊണ്ട് തന്നെ കടയ്ക്ക് ആവശ്യമായിട്ടുള്ള വാടക, കടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡെക്കറേഷൻസ്, കടയുടെ പേര്, അതുപോലെ തന്നെ കടയിൽ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, മിഷനറീസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് സൗദിയെ കൊണ്ട് തന്നെ മുതൽ മുടക്കിച്ച് ഇതുപോലൊരു സംരംഭം തുടങ്ങും. അപ്പോൾ പിന്നെ അതിനുശേഷം നമുക്ക് മുതൽ മുടക്കേണ്ടി വരുന്നത്, സൗദി ഒരു 25,000 റിയാലിന് മുതൽ മുടക്കി കഴിഞ്ഞു. അത്യാവശ്യം നമ്മൾ പറഞ്ഞ നിങ്ങൾ ഇപ്പോൾ ഒരു എന്ത് സാധനവും, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ബ്രോസ്റ്റ് ആണെങ്കിൽ ബ്രോസ്റ്റ്, അല്ലെങ്കിൽ ഷവർമ ആണെങ്കിൽ ഷവർമ, അല്ലെങ്കിൽ സാൻഡ്വിച്ച് ഐറ്റംസുകളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജ്യൂസ് ഐറ്റംസുകളാണെങ്കിൽ അങ്ങനെ, അതിന് വേണ്ടുന്ന മെഷീനറീസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഉണ്ടെങ്കിൽ കച്ചവടത്തിൻ്റെ എന്തൊക്കെ മെഷീനറീസ് വേണോ നിങ്ങൾ ആദ്യം കാൽക്കുലേഷൻ ചെയ്യുക. അതിന് എത്ര ടേബിൾ വേണമെന്ന് കാൽക്കുലേഷൻ ചെയ്യുക. അതിന് വേറെ എന്തെങ്കിലും മിക്സിയോ അല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണം, ഫ്രൈയറോ തുസ്റ്ററോ എന്തൊക്കെ വേണമെങ്കിൽ നിങ്ങൾ അതെല്ലാം എഴുതി കൂട്ടി, അല്ലെങ്കിൽ ഇന്ന ടേബിൾ വേണം, ഇന്ന സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എഴുതി കൂട്ടിയിട്ട് വേണം നിങ്ങൾ ആ സാധനങ്ങളെല്ലാം വാങ്ങിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള വരുന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് വരുന്നത്. അതിന് ശേഷം നമുക്ക് വേണ്ടത് മെറ്റീരിയലാണ്, അതായത് ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ആ മെറ്റീരിയലിന് നമ്മൾ ഇപ്പോൾ 25,000 റിയാൽ നമ്മൾ മുടക്കി സ്ഥാപനം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 6 മാസത്തേക്കുള്ള കുറച്ച് സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് നിലവിലുള്ള സാധനങ്ങൾ വേണം. അപ്പോൾ സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു എമർജൻസി ഫണ്ട് നമ്മൾ, അല്ലെങ്കിൽ ആദ്യം ഒരു 10,000 റിയാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഒരു 2 മാസത്തേക്കുള്ള നിലവിൽ നമ്മളൊരു 3 സ്റ്റാഫാണ് നിൽക്കുന്നതെങ്കിൽ 3 സ്റ്റാഫിനും സാലറി നമ്മൾ കച്ചവടത്തിൽ നിന്നൊന്നും എടുക്കാൻ കിട്ടിയില്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റണം. കാരണം സ്റ്റാഫിന് ഒരിക്കലും ഒരു മടുപ്പുണ്ടാവരുത്. അതുകൊണ്ടിട്ട് എന്ത് ചെയ്യണം, അവർക്കുള്ള പൈസ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരിക്കണം. അതിനകത്ത് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ സൗദിയെ കൊണ്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷൊന്നുമില്ല. നമ്മൾ ഇവിടുന്ന് പലിശയ്ക്കും ഇവിടുന്നൊക്കെ എടുത്ത് നാളെ അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയ ഉടനെ കൊടുക്കുക എന്നുള്ള ധാരണയിലൊന്നും ഒരിക്കലും ഒരു ബിസിനസ്സിനകത്ത് നിങ്ങൾ ചാടി ഇറങ്ങരുത്. അത് നമ്മുടെ മാനസികമായിട്ട് ചിലപ്പോൾ കച്ചവടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കച്ചവടം ഉണ്ടായാൽ തന്നെയും ആ പൈസ മുഴുവൻ എടുത്ത് നമ്മൾ റോളിങ് നടത്തി കഴിഞ്ഞാൽ കച്ചവടം വളരെ പെട്ടെന്ന് തന്നെ പൂട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ആ ഒരു പരിപാടി ബിസിനസ്സിനകത്ത് നിങ്ങൾ ആരും കാണിക്കരുത്. അത് വൻ പരാജയത്തിലോട്ട് നമ്മളെ നയിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ മൈൻഡ് എന്ന് പറയുന്ന സംഭവം, നമ്മൾ എന്ത് സ്ഥാപനം തുടങ്ങുന്നു അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മാനസികമായിട്ട് ചിന്തിച്ചിരിക്കണം. രണ്ടാമത് നമുക്ക് ആവശ്യം അതിന് പ്രധാനപ്പെട്ട മനുഷ്യരായത് മാൻ പവറാണ്. നമുക്ക് എന്ത് സപ്ലയർ ആയാലും, അല്ലെങ്കിൽ മുഅല്ലിമായാലും, ഷെഫായാലും, ആരായാലും, നമുക്ക് ഹെൽപ്പറായാലും ക്ലീനറായാലും എല്ലാം നമുക്ക് അതും വളരെ അർജൻറ്റാണ്. മൂന്നാമത് നമുക്ക് ആവശ്യം മിഷനറീസാണ്. അത് എത്ര രൂപ, അല്ലെങ്കിൽ എന്തൊക്കെ മിഷനറീസ് നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ മെഷീനറീസ് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ, മെറ്റീരിയൽസ് എന്തൊക്കെ വേണമെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതൊക്കെ സ്റ്റോർ ചെയ്യുക. അതൊക്കെയാണ് നാലാമത്തത്. അഞ്ചാമത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പൈസ, മണി, അത് നമ്മുടെ കയ്യിൽ വേണം. അത് മാക്സിമം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ബാധ്യതകളില്ലാത്ത പൈസയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് റോളിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കടയിൽ സാധനം എടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കാനുള്ള ആൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അർജൻറ്റ് കടയിൽ സാധനം എടുത്താൽ മാത്രമേ ആൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പലപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് പല ബിസിനസ്സുകളും തകർന്നു പോകാനുള്ള പ്രധാന കാരണം.
ഒരു മാസം കച്ചവടം ഇല്ല എങ്കിൽ പോലും നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു എമർജൻസി ഫണ്ടും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോസിൻ്റെ ഇന്നത്തെ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ഒരാളുടെ കൂടെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹോട്ടലിൽ ചെയ്യുന്നതിന് എത്ര രൂപയാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നും. അത് നമുക്കൊരു സ്ഥാപനത്തിൻ്റെ ഇതനുസരിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ.